നമസ്കാരം. ധനു സ്പേസ് ടിപ്സിലേക്ക് ഏവർക്കും. കഴിഞ്ഞ ദിവസം കേരള പേസ് നടത്തിയ ഇലക്ട്രിസിറ്റി വർക്കർ തസ്തികയിലേക്കുള്ള എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ്. എക്സാം ഡേറ്റ് നവംബർ 21 ആയിരുന്നു, വെള്ളിയാഴ്ച. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 184/2025 ആണ്. അപ്പോൾ മറ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്കും കടക്കാം. അതിന് മുമ്പ് ഇനി വരാൻ പോകുന്ന LGS എക്സാം, മറ്റ് എക്സാം എഴുതുന്നവർക്കൊക്കെ ഈ ക്വസ്റ്റ്യൻസ് പരിശോധിക്കാം. ഇതൊരു മാതൃകയാക്കാവുന്നതുമാണ്. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി സരോജിനി നായിഡു. സരോജിനി നായിഡു. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമി. പാമീർ പീഠഭൂമി. തന്നിരിക്കുന്നവയിൽ ഹിമാലയൻ നദി ഏതാണ്? ഓപ്ഷൻ എ ഗോദാവരി, സിന്ധു, നർമ്മദ, കാവേരി. ആൻസർ സിന്ധു നദിയാണ്. സിന്ധു നദി. ഹിമാലയൻ നദി സിന്ധു നദി. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? മലനാട്. മലനാട്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കാണാനായത് ഏത് ധാന്യത്തിൻ്റെ ഉൽപ്പാദനത്തിലാണ്? ധാന്യം ഉൽപ്പാദനത്തിലാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഏത് ധാന്യത്തിൻ്റെ ഉൽപ്പാദനത്തിലാണ്? ആൻസർ ഗോതമ്പ്. ഗോതമ്പ്. ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാം? 1 നിയമവാഴ്ച, 2 അവകാശങ്ങൾ, 3 മാധ്യമങ്ങൾ, 4 പ്രതിപക്ഷം. ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാം ആകുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3, 4 ശരിയാണ്. ഈ പറയുന്നവയെല്ലാം നിയമവാഴ്ച, അവകാശങ്ങൾ, മാധ്യമങ്ങൾ, പ്രതിപക്ഷം എന്നിവ ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ തൃതീയ മേഖലയോട് ഉൾപ്പെട്ടത് ഏതാണ്? തൃതീയ മേഖലയോട് ഉൾപ്പെട്ടത് ഏതാണ്? ആൻസർ ബാങ്കിങ്. ആൻസർ ബാങ്കിങ്. പുന്നപ്രവലാർ സമരം നടന്ന വർഷം. പുന്നപ്രവലാർ സമരം നടന്ന വർഷം ഏതാണ്? 1946. 1946. അടുത്തത്, കുട്ടികളിലെ ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിനായി എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. കുട്ടികളിലെ ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിനായി എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? വിമുക്തി. വിമുക്തി. 1-ാം ലോകമഹായുദ്ധത്തിനെതിരായി സമാധാന ജാഥ നടത്തി ബ്രിട്ടീഷ് സർക്കാരിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ ആരാണ്? 1-ാം ലോകമഹായുദ്ധത്തിനെതിരായി സമാധാന ജാഥ നടത്തി ബ്രിട്ടീഷ് സർക്കാരിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ ആരാണ്? ആൻസർ പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ. കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? PR ശ്രീജേഷ്. PR ശ്രീജേഷ്. PR ശ്രീജേഷ്. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന ആവശ്യവുമായി തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭം ഏതാണ്? സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന ആവശ്യവുമായി തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭം ഏതായിരുന്നു? നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നത് ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്? പ്രസ്താവനകൾ: സമത്വ സമാജം സ്ഥാപിച്ചു, കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനനം. തെറ്റുണ്ട്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു, ബ്രിട്ടീഷ് ഭരണത്തെ വെൺനീചഭരണമെന്ന് വിശേഷിപ്പിച്ചു. ഇതിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് ചോദിച്ചേക്കുന്നത്. ആൻസർ വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികൾ. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം
ഏതാണ്? ഇന്ത്യ. ഇന്ത്യ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടതാണ്? ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഗാന്ധിജി. ഗാന്ധിജി. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപം ഏതാണ്? ആൻസർ ആറ്റിങ്ങൽ കലാപം. ആൻസർ ആറ്റിങ്ങൽ കലാപം. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ആൻസർ ആലപ്പുഴ ജില്ല. ആൻസർ ആലപ്പുഴ ജില്ല. നെക്സ്റ്റ് വരുന്നത് താഴെ പറയുന്നതിൽ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? താഴെപ്പറയുന്നവയിൽ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ആൻസർ കബനിയാണ്. കബനി നദി. കബനി നദി. മൂന്നെണ്ണം വലിയുള്ള ആകെ. നെക്സ്റ്റ്, കേരളത്തിൽ റെയിൽപാത ഇല്ലാത്ത ജില്ല. കേരളത്തിൽ റെയിൽപാത ഇല്ലാത്ത ജില്ല ഏതാണ്? വയനാട് ജില്ല. വയനാട് ജില്ല. ബിസിനസ്സിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെ വിളിക്കുന്ന പേര് എന്താണ്? ആൻസർ ലാഭം. ലാഭം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം ഏതാണ്? നൈട്രജൻ. നൈട്രജൻ. തമിഴ്നാട്ടിൽ നിന്ന് വൈറ്റ് സത്യാഗ്രഹത്തിന് പങ്കെടുത്ത നേതാവ് ആരാണ്? തമിഴ്നാട്ടിൽ നിന്ന് വൈക്കം സത്യാഗ്രഹത്തിന് പങ്കെടുത്ത നേതാവ് ആരാണ്? ഇ.വി. രാമസ്വാമി നായ്ക്കർ. ഇ.വി. രാമസ്വാമി നായ്ക്കർ. ഇ.വി. രാമസ്വാമി നായ്ക്കർ. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഡോക്ടർ ബി.ആർ. അംബേദ്കർ. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പദ്ധതി ഏതാണ്? ടൂറിസം പദ്ധതി ഏതാണ്? ഇക്കോ ടൂറിസം. ഇക്കോ ടൂറിസം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? നീളം കൂടിയ നദി പെരിയാർ. നീളം കൂടിയ നദി പെരിയാർ. നീളം കൂടിയ നദി പെരിയാർ. 2025 ചെസ് ലോകകപ്പ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2025 ചെസ് ലോകകപ്പ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന് പൊതുവായി അറിയപ്പെടുന്നത് താഴെ പറയുന്നവരിൽ ആരാണ്? ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ, മന്നത്ത് പത്മനാഭൻ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി. ഇതിൽ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് പൊതുവായി അറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു. നെക്സ്റ്റ് വൺ, 2025 ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥിയായ രാജ്യം. 2025 ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥിയായ രാജ്യം ആരാണ്? ആൻസർ ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ. അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതി രചിച്ചത് താഴെ പറയുന്നവരിൽ ആരാണ്? അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതി രചിച്ചത് താഴെ പറയുന്നവരിൽ ആരാണ്? ആൻസർ ചട്ടമ്പി സ്വാമികൾ. അടുത്തത്, ചന്ദ്രയാൻ 3 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ഏതാണ്? ചന്ദ്രയാൻ 3 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. ആലപ്പുഴ. കേരളത്തിൻ്റെ കായിക കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം. കേരളത്തിൻ്റെ കായിക കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കോതമംഗലം. കോതമംഗലം. നെക്സ്റ്റ് വൺ, അധസ്ഥിത വിഭാഗത്തിനു വേണ്ടി കേരളത്തിൽ ആദ്യം വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി. വി.ടി. ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ഏത് സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടാൻ ആയിരുന്നു? നമ്പൂതിരി സമുദായം. നമ്പൂതിരി സമുദായം. ഇന്ത്യയുടെ ബഹിരാകാശത്തുള്ള സൗരദൗത്യത്തിൻ്റെ പേരെന്താണ്? ഇന്ത്യയുടെ ബഹിരാകാശത്തുള്ള സൗരദൗത്യത്തിൻ്റെ പേര് എന്തായിരുന്നു? ആൻസർ ആദിത്യ L1. ഇന്ത്യയിലെ മൺസൂൺ കാലാവസ്ഥയ്ക്ക് പ്രധാന കാരണം എന്തായിരുന്നു?
കാറ്റിൻ്റെ ദിശമാറ്റം. കാറ്റിൻ്റെ ദിശാമാറ്റം. കാറ്റിൻ്റെ ദിശാമാറ്റം. കേരളത്തിലെ ആദ്യത്തെ മലയാള പത്രം ഏതാണ്? രാജ്യസമാചാരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഏതാണ്? ആൻസർ IPL. അടുത്ത മാത്സ് ഭാഗം തുടങ്ങുന്നു. 4 + 6 ÷ 2 × 1 എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 7. 1/2 തുല്യമായ ഭിന്നസംഖ്യ ഏതാണ്? ആൻസർ 4/8. 1 + 0.1 + 0.01 + 0.001 എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 1.113. അടുത്ത ക്വസ്റ്റ്യൻ. രാമു എല്ലാ ദിവസവും സൊസൈറ്റിയിൽ പാൽ കൊടുക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ച ആകെ 35 ലിറ്റർ പാലാണ് കൊടുത്തത്. ഒരു ദിവസം ശരാശരി എത്ര ലിറ്റർ പാലാണ് കൊടുത്തത്? ആൻസർ ഓപ്ഷൻ എ 5 ലിറ്റർ. ഒരു ഇരുമ്പ് കട്ടയുടെ ഭാരം 1/5 കിലോഗ്രാം ആണ്. ഇത്തരം 25 കട്ടകളുടെ ഭാരം എത്ര കിലോഗ്രാം ആണ്? ആൻസർ ഓപ്ഷൻ സി 5 കിലോഗ്രാം. ദാസും കൂട്ടുകാരും മൂന്നാറിലേക്ക് വിനോദയാത്ര പോയി. രാവിലെ 7 മണിക്ക് കോട്ടയത്തു നിന്നും പുറപ്പെട്ട ബസ് രാവിലെ 10 മണിക്ക് മൂന്നാറിൽ തിരിച്ചെത്തി. ആകെ 150 കിലോമീറ്ററാണ് ബസ് സഞ്ചരിച്ചത്. ബസ്സിന് ശരാശരി വേഗത എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 50 km/മണിക്കൂർ. ഒരു കച്ചവടക്കാരൻ 500 രൂപയ്ക്ക് വാങ്ങിയ ഒരു ഷർട്ട് 560 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ലാഭശതമാനം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 12%. 12%. 64ൻ്റെ വർഗ്ഗമൂലം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 8. 2 സംഖ്യകളുടെ ഗുണനഫലം 44ഉം അവയുടെ ലസാഗു 12ഉമായാൽ ഉസാഖ എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 2. രമയുടെ കയ്യിൽ നിന്നും 1 മീറ്റർ നീളമുള്ള റിബൺ ഉണ്ട്. രമ അതിൻ്റെ പകുതി സൗമ്യയ്ക്ക് കൊടുത്തു. സൗമ്യ കിട്ടിയതിൻ്റെ പകുതി സുമയ്ക്ക് കൊടുത്തു. സുമയ്ക്ക് കിട്ടിയത് എത്ര മീറ്റർ ആകുന്നു? ആൻസർ ഓപ്ഷൻ ഡി 0.25 മീറ്റർ. 3, 5, 6 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന എല്ലാ 3 അക്ക സംഖ്യകളും ചെറുതിൽ നിന്നും വലുതിലേക്ക് ക്രമീകരിച്ച് എഴുതിയാൽ അവയിൽ 365 കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 536. 536. 11 കൊണ്ടുള്ള ഹരണവുമായി ബന്ധപ്പെട്ട ഒരു ക്രമം തന്നിരിക്കുന്നു. അതിൽ 10 × 22 / 11 തുല്യമായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 2 × 10. നെക്സ്റ്റ് വൺ. 45 × 15 = 675 ആണ്. 45 × 16 തുല്യമായത് സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 675 + 45. താഴെ കൊടുത്തിട്ടുള്ളവയിൽ 1 3 2ൻ്റെ വിൽക്രമം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 3/5. 55 8 + 11 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 96. നെക്സ്റ്റ്. അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിൻ്റെ 6 ഇരട്ടിയാണ്. അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 30 ആണ്. എങ്കിൽ അമ്മയുടെ വയസ്സ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 36. ഒറ്റയാനെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി 25. 1 കിലോഗ്രാം സ്വർണം എത്ര പവൻ ആണ്? 125 പവൻ. 3/4 / 1/2 ഇതിന് തുല്യമായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 3/4 × 2. അഭാജ്യ സംഖ്യകളിലെ ഇരട്ടസംഖ്യ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? അഭാജ്യ സംഖ്യകളിലെ ഇരട്ടസംഖ്യ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 2. രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് ഏത്? വൈദ്യുത സെൽ. AC ജനറേറ്ററിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവന 1. AC ജനറേറ്റർ ദിശ മാറുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. AC ജനറേറ്റർ ദിശ മാറാത്ത വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. AC ജനറേറ്ററിൻ്റെ ആർമേച്ചർ ടെർമിനലുമായി വിളക്കി ചേർത്ത പൂർണ്ണ വളയങ്ങളാണ്
സ്ലിപ്പ് റിങ്സ് എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ജലവൈദ്യുത നിലയത്തിൽ നടക്കുന്ന ഊർജമാറ്റം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. അടുത്തത്, കൃത്രിമ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി ലഭിക്കുന്നത് എവിടെ നിന്നും ആകുന്നു? ആൻസർ ഓപ്ഷൻ എ, സോളാർ പാനൽ. വിതരണ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് 4 വയറുകൾ പുറത്തു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആകുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. ഇന്ത്യയിൽ വിതരണത്തിനു വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന AC-യുടെ ആവൃത്തി എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി, 50 ഹെർട്സ്. വൈദ്യുതോർജം സംഭരിക്കാനും ആവശ്യമുള്ളപ്പോൾ ഡിസ്ചാർജ് വഴി ബാഹ്യ സർക്യൂട്ടിലൂടെ വൈദ്യുത പ്രവാഹം അല്പസമയത്തേക്ക് സാധ്യമാക്കുവാനും ഉപയോഗിക്കുന്ന ഘടകമാണ് ഏത്? ആൻസർ ഓപ്ഷൻ ബി, കപ്പാസിറ്റർ. വൈദ്യുത രാസസെൽ കണ്ടുപിടിച്ചത് ആരാണ്? വൈദ്യുത രാസസെൽ കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാൻഡ്രോ വോൾട്ട. ഓപ്ഷൻ സി, അലക്സാൻഡ്രോ വോൾട്ട. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ആംപെയർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉരസൽ മൂലം വൈദ്യുതീകരിക്കാനാവാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഹാക്സോ ബ്ലേഡ്. ഹാക്സോ ബ്ലേഡ്. ഉരസൽ മൂലം വൈദ്യുതീകരിക്കാനാവാത്തത് ഹാക്സോ ബ്ലേഡ്. ഇന്ത്യയിലെ പവർ സ്റ്റേഷനുകളിൽ സാധാരണയായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര കിലോ വോൾട്ടിലാണ്? ആൻസർ ഓപ്ഷൻ ബി, 11 കിലോ വോൾട്ട്. വൈദ്യുതോർജം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വാട്ട് അവർ മീറ്റർ. അടുത്തത്, തന്നിരിക്കുന്നവയിൽ ഏതാണ് തുറന്ന സർക്യൂട്ട്? ആൻസർ ഓപ്ഷൻ ബി, കേടായ ബെല്ലിന്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നു. കേടായ ബെല്ലിന്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നു. ഒരു അടഞ്ഞ സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം ഉണ്ടാകണമെങ്കിൽ അതിലെ സെല്ലിന്റെ 2 ടെർമിനലുകൾ എങ്ങനെയായിരിക്കണം? ഒരു അടഞ്ഞ സർക്യൂട്ടിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകണമെങ്കിൽ അതിലെ സെല്ലിന്റെ 2 ടെർമിനലുകൾ എങ്ങനെയായിരിക്കണം? ആൻസർ ഓപ്ഷൻ ഡി, തമ്മിലൊരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. തമ്മിലൊരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. വൈദ്യുതിയുടെ താപഫലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ഏത്? ആൻസർ ഓപ്ഷൻ എ, സുരക്ഷാ ഫ്യൂസ്. ഫിലമെന്റ് ലാമ്പുകളിലെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ടങ്സ്റ്റൺ. ടങ്സ്റ്റൺ. ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം ശരിയാണ്. പവറിൽ വ്യത്യാസം വരാതെ AC-യുടെ വോൾട്ടത ഉയർത്താനോ താഴ്ത്താനോ സഹായിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. AC-യുടെ വോൾട്ടത ഉയർത്തുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും AC-യുടെ വോൾട്ടത താഴ്ത്തുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുമാണ്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി, 230 വോൾട്ട്. തന്നിട്ടുള്ളവയിൽ ഊർജ ലാഭത്തിന് ഗണ്യമായി സഹായിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ സി, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, LED. വൈദ്യുതി കടത്തിവിടാത്തത് ഏതാണ്? വൈദ്യുതി കടത്തിവിടാത്തത് ഇതിൽ ഏതാണ്? പ്ലാസ്റ്റിക് സ്കെയിൽ, സേഫ്റ്റി പിൻ, സ്റ്റീൽ സ്കെയിൽ, ലോഹവള. വൈദ്യുതി കടത്തിവിടാത്തത് ഏതാണ്? പ്ലാസ്റ്റിക് സ്കെയിൽ. പ്ലാസ്റ്റിക് സ്കെയിൽ. പുനരുപയോഗിക്കാവുന്ന വൈദ്യുത സ്രോതസ്സുകൾ താഴെ പറയുന്നവയിൽ ഏത് ജോഡിയാണ്? സൗരോർജം, കാറ്റ്. ഓപ്ഷൻ ബി, ബയോമാസ്, കൽക്കരി. സി, പ്രകൃതിവാതകം, കാറ്റ്. ഇവയൊന്നുമല്ല. പുനരുപയോഗിക്കാവുന്ന വൈദ്യുത സ്രോതസ്സുകൾ താഴെ പറയുന്നവയിൽ ഏത് ജോഡിയാണ്? ആൻസർ ഓപ്ഷൻ എ, സൗരോർജം, കാറ്റ്. ഇലക്ട്രിക് ലൈനുകളിൽ ചെമ്പുകമ്പി ഉപയോഗിക്കാത്തതിന്റെ കാരണങ്ങളിൽ ശരിയായവ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി, 1ഉം 3ഉം 4ഉമാണ് ശരി. 1ഉം 3ഉം 4ഉമാണ് ശരി. വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി എത്ര വോൾട്ട് ആണ്? ആൻസർ ഓപ്ഷൻ എ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി 230 വോൾട്ടാണ്. 230 വോൾട്ടാണ്. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് വൈദ്യുതി നിലയത്തിൽ നിന്നുമാകുന്നു?
ആൻസർ ഓപ്ഷൻ എ ഇടുക്കി. ഫ്യൂസിന് പകരം വീടുകളിൽ ഉപയോഗിക്കുന്ന MCBയുടെ പൂർണ്ണരൂപം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഷോക്കേറ്റ ആളെ നാം ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഷോക്കേറ്റ ആളെ നാം രക്ഷിക്കാൻ വേണ്ടി നാം ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ വൈദ്യുത ചാലകങ്ങളല്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് ഷോക്കേറ്റ ആളെ വൈദ്യുത സമ്പർക്കത്തിൽ നിന്നും മാറ്റുക. വൈദ്യുതാഘാതം ഏൽക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ സി 1, 3. സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ ബൾബ് മാറ്റുന്നു. ഇൻസുലേഷൻ പോയ വയറുകൾ ഉപയോഗിക്കുന്നു. വൈദ്യുതി വിതരണത്തിലുള്ള ഇലക്ട്രിക് ലൈനുകളിലൂടെ വൈദ്യുതി കടന്നു പോവാൻ ഏത് ലോഹമാണ് നാം സാധാരണയായി ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി അലൂമിനിയം. സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെ സൂചിപ്പിക്കുവാൻ ചില അടയാളങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇവയാണ് ചിഹ്നങ്ങൾ. ചാലക കമ്പിയെ സൂചിപ്പിക്കുന്ന ചിഹ്നം താഴെ പറയുന്നതിൽ ഏതാണ്? ചാലക കമ്പിയെ സൂചിപ്പിക്കുന്ന ചിഹ്നം താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി. ജലവൈദ്യുത നിലയങ്ങളിലെ വലിയ ജനറേറ്ററുകൾ പ്രവർത്തിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നാം പ്രധാനമായും വീടുകളിൽ ഉപയോഗിക്കുന്നു. ജനറേറ്ററുകളിലെ ഊർജ്ജ മാറ്റം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് യാന്ത്രിക ഊർജം വൈദ്യോർജ്ജമായി മാറുന്നു. സൂര്യനിൽ നിന്നുള്ള ഊർജം വൈദ്യോർജ്ജമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനമാണ് ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് സോളാർ സെല്ലുകൾ. ഗാർഹിക വിതരണ ട്രാൻസ്ഫോമറിലെ വിതരണ ലൈനുകളിലെ ഒരു ഫേസ് ലൈനും ഭൂമിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ്? 230 വോൾട്ട്. കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു താപവൈദ്യുത നിലയമാണ് കായംകുളം താപവൈദ്യുത നിലയം. ഇവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ആൻസർ നാഫ്ത. 3-പിൻ പ്ലഗിലെ എർത്ത് പിന്നിന്റെ പ്രത്യേകതകളിൽ ശരിയായവ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 2, 3, 4 ശരിയാണ്. 3-പിൻ സോക്കറ്റിലേക്ക് ഘടിപ്പിക്കുമ്പോൾ എർത്ത് പിൻ സർക്യൂട്ടുമായി ആദ്യ സമ്പർക്കത്തിൽ വരുന്നു. എർത്ത് വയറായി കനം കൂടിയ ചെമ്പുകമ്പി ഉപയോഗിക്കുന്നതിനാൽ പ്രതിരോധം കുറഞ്ഞ പാത സൃഷ്ടിക്കുന്നു. എർത്ത് പിൻ 2 പിന്നുകളെ അപേക്ഷിച്ച് ഏറ്റവും വണ്ണവും നീളവും കൂടുതലായിരിക്കും. 3 ഓപ്ഷൻ ബി ആണ് ശരി. ഓക്കെ. തന്നിരിക്കുന്നവയിൽ വൈദ്യുതിയുടെ ചാലകങ്ങളായി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സ്വർണം, ചെമ്പ്, അലൂമിനിയം. വൈദ്യുത വിതരണ സംവിധാനത്തിന്റെ ഫീഡറിന്റെ ഉപയോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വൈദ്യുതി ഉൽപാദന കേന്ദ്രത്തിൽ നിന്നും വൈദ്യുതി വിതരണ കേന്ദ്രത്തിലേക്ക് വൈദ്യുതി എത്തിക്കുന്നു. വൈദ്യുതി വിതരണത്തിൽ ട്രാൻസ്ഫോമറുകളുടെ ഉപയോഗം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഉൽപാദന കേന്ദ്രത്തിൽ നിന്നുമുള്ള വൈദ്യുതിയെ ഉപഭോക്താവിന് ആവശ്യമുള്ള വോൾട്ടേജിലേക്ക് നിയന്ത്രിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഉൽപാദകരിൽ നിന്നും ഉപഭോക്താക്കളിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിനുമുള്ള പരസ്പര ബന്ധിത ശൃംഖല എന്താണ്? ഉൽപാദകരിൽ നിന്നും ഉപഭോക്താക്കളിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിന് പരസ്പര ബന്ധിത ശൃംഖല അവർക്കിടയിൽ ഏതാണ്? ആ ശൃംഖല ഏതാണ്? ഇലക്ട്രിക്കൽ ഗ്രിഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. വൈദ്യുത ഉപഭോഗം ആവശ്യം ഉപയോഗിക്കുന്നത് വൈദ്യുത ഉപഭോഗം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? നമ്മൾ ഇത്രമാത്രം വൈദ്യുതി ഉപയോഗിച്ചു എന്നത് അളക്കുന്നതിൻ്റെ ഉപകരണം ഏതാണ്? വാട്ട് അവർ മീറ്റർ. പവർ സ്റ്റേഷനിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് എത്ര വോൾട്ടിലാണ്? പവർ സ്റ്റേഷനിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര വോൾട്ടിലാണ്? 11 kV. 11 kV. 11 kV. So thank you for watching. See you again. Subscribe me and support me. You can.